സുഹൃത്തുക്കളെ, ഞാൻ ജസ്ന സലീം. കണ്ണനെ ഉപജീവനമാർഗമാക്കിയ ഒരു പെൺകുട്ടി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഇവക്കെതിരെ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത്. എന്നോ കേസെടുക്കണം. ആൾക്കാരെയും പറ്റിച്ച് കൃഷ്ണന്റെ ഫോട്ടോസും വരച്ച് അത് വിശ്വാസികൾക്ക് വിറ്റ് മതസൗഹാർദ്ദം സാമുദായിക ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കളെയും പറ്റിച്ച് മുസ്ലിങ്ങളെയും പറ്റിച്ച് എല്ലാവരും ഒരു ഉണ്ണാക്കന്മാരാക്കി ജീവിക്കുക. എന്നോ കേസെടുക്കണം. ബിനിലാണ് വിവരങ്ങളുമായുള്ളത്. ബിനിൽ, കൃഷ്ണഭക്ത എന്നുള്ള നിലയിൽ ജസ്ന സലീം എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും റീലുകളിലും ഒക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസെടുക്കാനുള്ള കാരണം എന്താണ്? ഓലക്ക ഭക്തയാണ് കൃഷ്ണഭക്ത. കൃഷ്ണനെ സ്നേഹിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്. അത് അവര് ചെയ്തോളും. ഒരു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുക. ആ മതത്തിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ മറ്റൊരു മതത്തിൽ ചേരുക. ഇനി ഒരു മതത്തിലും വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ നടക്കാം. എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. അപ്പൊ ഒരു മതത്തിൽ നിന്നിട്ട് മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളൊക്കെ പാടെ ചെയ്യുമ്പോൾ അത് എന്തിനുള്ള പുറപ്പാടാണ്, എന്താണ് ഉദ്ദേശം എന്ന് അരിയാഹാരം തിന്നുന്ന എല്ലാവർക്കും അറിയാം. അഭിലാഷ്, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല, അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ക്ഷേത്രം, അമ്പലം, പള്ളി, ചർച്ച് എന്നൊക്കെ പറഞ്ഞാല് വിശ്വാസികൾക്കുള്ള, ഭക്തർക്കുള്ള, അല്ലാതെ ഭക്തി വിറ്റ് പൈസ ഉണ്ടാക്കുന്നവർക്കുള്ളതല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ഇതിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കോടതിക്ക് ഇപ്പൊ മനസ്സിലാണല്ലോ ഒക്കെ. നമുക്കൊക്കെ ഇത് എന്നോ കാലം മനസ്സിലായിരുന്നു. ഇതൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടിയിട്ടാണ്. വിശ്വാസികളൊക്കെ ഉണ്ടാക്കന്മാരാക്കിയിട്ട് പൈസ ഉണ്ടാക്കുക, ജനശ്രദ്ധ പിടിച്ചു പറ്റുക, ഫേമസ് ആവുക. ഇതിനുള്ള ഉദ്ദേശം തന്നെയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, 10,000-കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം. നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമര ചോട്ടിൽ നിന്ന് നമുക്ക് പടം എടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു. ഇതിനെതിരെ പരാതി കൊടുക്കാൻ ഒരൊറ്റ വിശ്വാസികൾ ഉണ്ടായിട്ടില്ല. മോശമായി പോയി. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ, അതായത് കൊടിമര ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ അത് ലംഘിച്ചതിനാണ് ജസ്ന സലീമിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പം പ്രാർത്ഥനയും ആരാധനയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാറുണ്ട്. സ്വാഭാവികമാണ്. അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഓർക്കാനും ശ്രദ്ധിക്കാനും ഓർമ്മപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത്തരം ചില ആളുകളുടെ ഇടപെടലുകളുണ്ട്. ഇത് മതത്തെ വിറ്റ് മതത്തെ ചൂഷണം ചെയ്ത് വിശ്വാസികളെല്ലാം കൂടി ഒരു ഉണ്ണാക്കന്മാരാക്കിയിട്ട് ആളുകളെ പറ്റിച്ച് വിശ്വാസത്തെയും പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട് യഥാർത്ഥ വിശ്വാസികൾക്ക് ഇപ്പൊ ആരാധന ചെയ്യാനോ അവിടുന്ന് ഒരു ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ വരെ പറ്റാത്ത അവസ്ഥയായി. ഇതിനൊക്കെ എന്നോ ചവിട്ടി പുറത്താക്കണം.